സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത അടിയന്തര സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. മുൻ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടിയെന്നും എത്ര നാൾ വൈദ്യുതി നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് അറിയില്ലെന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. ഇപ്പോഴുണ്ടായ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കാനാണ് KSEBയുടെ നീക്കം. രാത്രി 7:15 മുതൽ 12:15 വരെ സംസ്ഥാന വ്യാപകമായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അർദ്ധരാത്രി കഴിഞ്ഞും പവർ കട്ട് തുടരുന്നതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ മിഷൻ സമുദ്ര മാരിടൈം കോൺക്ലേവിൽ സംസാരിക്കുന്നതിനിടെ മുഖ്യമന്ത്രി VD സതീശനും വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നു. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന വൈദ്യുതി നിയന്ത്രണത്തിൽ പൊറുതിമുട്ടുകയാണോ പൊതുജനം? ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ബദൽ മാർഗങ്ങളില്ലേ? കാണാം RD Extra. കാലവർഷം പ്രതീക്ഷിച്ച രീതിയിൽ ലഭിക്കാത്തതും അന്തരീക്ഷത്തിലെ താപനില ഉയർന്നതുമാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. വൈകിട്ട് 7 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിൽ 200 മെഗാവാട്ട് മുതൽ 400 മെഗാവാട്ട് വരെയാണ് നിലവിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ടതും KSEBയ്ക്ക് അധിക ബാധ്യതയുണ്ടാക്കി. ജലസംഭരണിയിൽ ജലത്തിന്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുമുണ്ട്. ഇതോടെയാണ് സംസ്ഥാനത്ത് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB തീരുമാനിച്ചത്. വരും ദിവസങ്ങളിലും ഭാഗിക വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നാണ് സൂചന. രാത്രികാലങ്ങളിൽ വൈദ്യുതിയുടെ അനാവശ്യ ഉപഭോഗം കുറയ്ക്കണമെന്ന് പൊതുജനങ്ങളോട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അഭ്യർത്ഥിച്ചു. കൂടുതൽ പ്രതിവിധികൾ കണ്ടെത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. പ്രതിസന്ധി മറികടക്കാൻ ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കാനാണ് KSEBയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷനിലൂടെ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ തീരുമാനമായി. 25 വർഷത്തേക്കാണ് സോളാർ എനർജി കോർപ്പറേഷനുമായുള്ള കരാർ. ഇന്നലെ ചേർന്ന ഹിയറിംഗിലാണ് റെഗുലേറ്ററി കമ്മീഷൻ KSEBയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള അനുമതി നൽകിയത്. RD Extra ന്യൂസ് മലയാളം. വൈദ്യുതി പ്രതിസന്ധി എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലെന്നും വൈദ്യുതിയുടെ അനാവശ്യ ഉപഭോഗം കുറയ്ക്കണമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട് 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. എന്നാൽ ഉൽപാദനം കഴിഞ്ഞ വർഷം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 17-18 ദശലക്ഷം യൂണിറ്റ് ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. ലോകകപ്പ് ഫൈനലിനും ലൂസേഴ്സ് ഫൈനലിനും പവർ കട്ട് ഒഴിവാക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ആവശ്യപ്പെട്ടു. വിസ്മയങ്ങൾ നടത്തുന്ന സർക്കാർ ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടണമെന്നും MA ബേബി പരിഹസിച്ചു. ഇനിയുള്ള 2 കളിയും ലൂസേഴ്സ് ഫൈനലും അത് കഴിഞ്ഞ് നടക്കുന്ന ഫൈനലും പ്രത്യേകം ജാഗ്രത പാലിച്ചുകൊണ്ട് കളി ഒന്ന് വെളുപ്പാങ്കാലത്ത് 2:30-ക്കാണ്, അത് ലൂസേഴ്സ് ഫൈനലാണെന്ന് തോന്നുന്നു. ഫൈനല് രാത്രി 12:30-ക്കാണ്. ആ സമയത്ത് വിദ്യുത് ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ആ സമയത്ത് മാത്രമല്ല, വിദ്യുത് ശക്തി പൊതുവിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട കരുതൽ ഇപ്പോൾ ഈ പല വിസ്മയങ്ങളും തീർക്കുന്ന ഈ ഗവൺമെൻറ് വിദ്യുത് ശക്തി ലഭ്യമാക്കുക തുടങ്ങിയ പ്രാഥമിക പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് പറയാനുള്ളത്. വൈദ്യുതി മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ദീർഘവീക്ഷണമില്ലെന്ന് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഭക്ഷിക്കുന്നത് വൈദ്യുതിയാണോ എന്നും MM മണി പരിഹസിച്ചു. ഉപഭോഗം കൂടിയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വൈദ്യുതിയാണോ ഭക്ഷിക്കുന്നത്? ഏത് സർക്കാർ, ഏത് മന്ത്രിയാണ് പറഞ്ഞത്? പിന്നെ അയാൾക്കതേ സംബന്ധിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇവിടെ വൈദ്യുതി ആവശ്യത്തിന് ഉണ്ടാക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 40% ചില്ലറയെ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി വിവിധ കരാറിൽ കൂടി വൈദ്യുതി വാങ്ങിയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം പോലും കേരളത്തിൽ LDF ഗവൺമെൻറ് നടത്തിയത്. അല്ല, ഇവിടെ വൈദ്യുതി ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടല്ല. അപ്പം ഇവർക്കുള്ള വൈദ്യുതി വാങ്ങാൻ എന്തായിത്ര മെനക്കേട്? ഇപ്പം തന്നെ താപനിലയങ്ങളുമായി ബന്ധപ്പെട്ടൊരു വഴി കരാറുണ്ടാക്കിക്കൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നടപടിയെടുക്കണം. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് കേരളത്തെ മുഴുവൻ ഇരുട്ടാക്കിയിട്ട് നെഞ്ചത്തടിച്ച് അയ്യോ ബാബയോ ദൈവോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാര്യവിവരം വേണം. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരത്തിനിടെ വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് തൃശൂർ അന്നമനടയിലെ KSEB ഓഫീസിൽ യുവാക്കളുടെ അക്രമം. ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരന് മർദ്ദനമേറ്റു.
അർദ്ധരാത്രിയിലടക്കം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിലും വിമർശനം ശക്തമായിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ വീട്ടമ്മ പോസ്റ്റ് ചെയ്ത വീഡിയോ സോഷ്യൽ மீடியாவில் ഇപ്പോൾ வைரலாயிട്ടുണ്ട്. அனைவருக்கும் வணக்கம். கேரளாவுக்கு வந்து 8 வருஷம் ஆச்சு. இது வரைக்குமே இந்த மாதிரி பிரச்சனையை பார்த்ததே கிடையாது. என்ன அப்படின்னா வந்துட்டு பவர் கட்டு அடிக்கடி இப்ப எல்லாம் பவர் கட் ஆகிக்கிட்டே இருக்குது. 8 வருஷத்துல இந்த மாதிரி ஒரு பவர் கட்டு நான் பார்த்ததே கிடையாது. இந்த மாதிரி கை குழந்தை வச்சிருக்கவங்க எல்லாம் என்ன பண்ணுவோம் நாங்க? நைட்டு 11 மணி ஆனாலும் பவர் கட் ஆகுது, 12 மணிக்கு பவர் கட் ஆகுது, காலையில ஒரு 10 தடவையாவது பவர் கட் ஆகுது. நிறைய இன்ஃப்ளூயன்சர்ஸ் இருக்கீங்க, நிறைய மக்கள் இருக்கீங்க, இத பத்தி யாருமே ஏன் பேச மாட்டேங்கிறீங்க? இவ்வளோ பவர் கட் ஆகுது. இப்ப நான் இந்த வீடியோ எடுக்கிறது கூட என்னோட கேமராவோட லைட்ல இருந்து தான் நான் எடுத்துக்கிட்டு இருக்கேன். பவர் கட் அப்படிங்கறதுனால குழந்தைங்க எல்லாம் தூங்கல. சோ கேரளா கவர்மெண்ட், கேரளா சிஎம் வந்து இதுக்கு ஒரு சொல்யூஷன் எங்களுக்கு வந்து கொடுத்தே ஆகும். ஏதாச்சும் சொல்യൂഷൻ இருக்கா? എന്നാச்சுം സൊല്യൂഷൻ ഇരിക്കും. പക്ഷേ ഇത്രയും കണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഒരു കൗതുകം ആദ്യം പറഞ്ഞു പോട്ടെ ഹർഷ. അതായത് ബേബി സഖാവിനാണ് വിദ്യുത് ശക്തി എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഇത്രയും നേരം ഞാൻ അതാണ് സത്യം പറഞ്ഞാൽ അത് ഈ ബൈറ്റടക്കം തമിഴ് ബൈറ്റടക്കം നേരത്തെ കണ്ടതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മണിയാശാൻ മുൻ മന്ത്രി വൈദ്യുതി എന്നും സാധാരണ നമ്മളൊക്കെ കറണ്ട് എന്നും പറയുന്ന സാധനത്തിന് എന്തിനാണ് വിദ്യുത് ശക്തി എന്ന് പറയുന്നത്? തെറ്റായിട്ടല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി വിചാരിക്കുന്നുണ്ടാകണം കുറച്ചുകൂടെ ഗൗരവത്തിൽ പറഞ്ഞാലേ ഈ സർക്കാർ കേൾക്കാനിടയുള്ളൂ എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കണം അത് കുറച്ചുകൂടെ കനത്തിൽ പറഞ്ഞേക്കാൻ നേരിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിപ്പോൾ ഇവരെല്ലാം പറഞ്ഞെങ്കിലും മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് സംഭവിച്ചു. ഇപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് നമ്മുടെ കാര്യം, ന്യൂസ് ചാനലുകളുടെ ചർച്ച, നമുക്ക് ചർച്ചയില്ല, ന്യൂസ് ചാനലുകളുടെ ചർച്ചക്കിടയിൽ കറണ്ട് പോവുക, പ്രതിസന്ധിയിലാണ്. അതായത് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും സംസാരിക്കുകയും പിന്നെ നമ്മുടെ അവതാരകരെല്ലാം ഇരുന്ന് ചർച്ചയില്ലല്ലോ. ഇത് മറ്റ് ബ്യൂറോകളിൽ പിന്നെ ഗസ്റ്റുകളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ചർച്ച നടത്തുന്ന സ്ഥലങ്ങളിൽ കറണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ടിലേക്ക് ശരീരി മാത്രമാണ്. അപ്പോൾ ഇത് ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്ന നമ്മുടെ വാർത്താ ചാനലുകൾക്ക് ഒരു ബ്യൂറോയിൽ, എല്ലാ ബ്യൂറോകളിലും ഒരു ജനറേറ്റർ വാങ്ങി വെക്കാൻ പറ്റാഞ്ഞിട്ടല്ല. കഴിഞ്ഞ 10 വർഷക്കാലം അവർക്ക് അതിൻ്റെ ആവശ്യമേ വന്നിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ ഏറ്റവും വലിയ മീൻസ് ഏറ്റവും പഴക്കം ചെന്ന ചാനലിൽ 10-30 വർഷമുണ്ടല്ലോ. അപ്പോൾ അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് എല്ലാ ബ്യൂറോകളിലും ഈ പറയുന്ന സംവിധാനം വേണ്ട. അവരുടെ സാധാരണ കറണ്ട് കൊടുത്താൽ തന്നെ അവരുടെ പണികളെല്ലാം നടക്കും, നമ്മുടെ എല്ലാ പണികളും നടക്കും. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ചർച്ചക്കിടയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, പെട്ടെന്ന് ഇരുട്ടത്ത് നിന്നാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരിക നമ്മുടെ ശ്രീനിവാസൻ്റെ ചിന്താവിഷ്ടിയായ ശ്യാമള സിനിമയിലാണ്. സിനിമ തുടങ്ങുന്നത് ഇരുട്ടിലേക്കാണ്. അതായത് മൂപ്പരുടെ ശ്രീനിവാസൻ്റെ സിനിമയുണ്ടല്ലോ, അതായത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് തളത്തിൽ ദിനേശൻ്റെ കഥ എന്ന് പറയുന്ന പോലെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് പവർക്കട്ട് പൂച്ചയുടെ കഥ പറഞ്ഞ സിനിമയാണത്. അതായത് നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിട്ട്, എനിക്ക് ഓർമ്മയുണ്ട്, തിയേറ്ററിൽ പോയിട്ട് ഇതിൻ്റെ സിനിമ കാണുമ്പോൾ ആദ്യം സ്ക്രീനും ടൈറ്റെല്ലാം കാണിച്ച് സ്ക്രീന് മുഴുവൻ ഇരുട്ടാണ്. പെട്ടെന്നൊരു പാത്രം വീഴുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ അയ്യോ ആ പവർക്കട്ട് പൂച്ച വീണ്ടും വന്നോ എന്ന് ചോദിക്കും ആര്? നമ്മുടെ ശ്യാമള. അവരുടെ ശബ്ദമാണ് ആദ്യം കേൾക്കുന്നത്. എന്ന് വെച്ചാൽ പവർ കട്ട് എല്ലാ ദിവസവും ഉണ്ട്, ആ സമയത്ത് അരമണിക്കൂർ കൃത്യമായിട്ടാവുമ്പോൾ അടുക്കളയിലേക്ക് വരുന്നൊരു പൂച്ചയുമുണ്ട് എന്ന് ശ്രീനിവാസൻ എന്നേക്കുമായിട്ട് മൂപ്പരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ സ്ഥാപിച്ചു കളഞ്ഞു. പക്ഷേ ആൾക്കാർക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓർമ്മയില്ലാത്ത സംഗതി, നമ്മുടെ ടെലിവിഷൻ ചാനലുകളുടെ ബ്യൂറോകൾക്ക് ജനറേറ്ററുകളെ ആവശ്യമില്ലാത്ത ആ കാലം കടന്നങ്ങ് പോയി. ആ കാലം കടന്നുപോയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇത് ഗൗരവത്തിൽ വിദ്യുത് ശക്തി എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇവരിതിനെ മറികടക്കൂ എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ട് ആൾക്കിടയിൽ വരും. നമ്മൾ ഗൂഗിളിൽ ഞാൻ ലോഡ് ഷെഡിങ് സെർച്ച് ചെയ്ത് നോക്കി ഹർഷ, ആര്യാടൻ മുഹമ്മദിൻ്റെ ഫോട്ടോ ആണ് കാണുന്നത്. അതിനുശേഷവും വൈദ്യുതി മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കാലത്തായിരുന്നു പവർ കട്ട്, ഓർമ്മയില്ലേ? ആ കാലത്താണ് പവർ കട്ട് ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നത്. അതിനുശേഷമുള്ള വൈദ്യുതി മന്ത്രിമാർക്ക് ലോഡ് ഷെഡിങ് എന്ന് ഗൂഗിൾ ചെയ്താൽ വരാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല ഫോട്ടോ. പക്ഷേ സണ്ണി ജോസഫ് അവിടേക്ക് എത്തിച്ചേരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്താം. അതായത് ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം ഇത്തരം പ്രതിസന്ധികൾ നേരത്തെ ഉണ്ടായിരുന്നില്ലേ? മണിയാശൻ പറഞ്ഞിട്ടുണ്ടല്ലോ, MM മണി മുൻ മന്ത്രി പറയുന്നുണ്ടല്ലോ, അതായത് നേരത്തെയും പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരൊട്ടും പ്രിപ്പയർഡ് അല്ലാതെയാണ് നമ്മുടെ ആളുകൾ, ഈ ഇപ്പോഴത്തെ UDF സർക്കാരിൻ്റെ മന്ത്രിമാർ അധികാരത്തിലേക്ക് വന്നത്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാ കാലത്തും ഉണ്ട്. മഴ പെയ്യാതിരിക്കാറുണ്ടായിരുന്നു, കടുത്ത വേനലുള്ള കാലമുണ്ട്. പക്ഷേ അതിന് നേരത്തെ ചില സജ്ജീകരണങ്ങൾ അതാത് കാലത്തെ സർക്കാരുകളും വൈദ്യുതി മന്ത്രിയും വൈദ്യുതി വകുപ്പും ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് വെക്കും. അപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാനുള്ള നല്ല ജാഗരൂകമായ ശ്രദ്ധ ആ കാലത്ത്, അത്രയും കാലത്തിനിടയിൽ, അത്രയും വർഷങ്ങളിലെ മൺസൂണും മറ്റുമൊക്കെ കൈകാര്യം ചെയ്ത, മഴയില്ലായ്മ കൈകാര്യം ചെയ്ത സർക്കാരുകൾക്കും മന്ത്രിമാർക്കും ഉണ്ടാകാറുണ്ടായിരുന്നു. ഇത്തവണയുള്ള പ്രശ്നം എന്താണ്? ഇവർക്ക് അതൊന്നും നോക്കാനുള്ള സമയം കിട്ടില്ല. നമ്മൾ ആരോഗ്യ വകുപ്പിലേക്ക് മുരളീധരൻ വന്ന് ലാൻഡ് ചെയ്തതുപോലെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്നാൽ ശരിക്കും ജനാനുകൂലമായ നിലപാടും അതുപോലെ തന്നെ ഒരു പ്രതിസന്ധികളെ മറികടക്കാൻ, പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക് വരും, അതിനെ മറികടക്കണമെന്ന മുൻകൂർ ജാഗ്രതയുമുള്ള മന്ത്രിമാരായിരുന്നു, വ്യക്തികളായിരുന്നു ഇവരെങ്കിൽ ആദ്യം ചെയ്യുക എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം വകുപ്പുകളിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാവരെയും ചറവറ ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്യുക, അവരെ അവിടെ നിർത്തും. എന്ന് വെച്ചാൽ ഈ സംവിധാനം
മഴക്കാലം വരാൻ പോകുന്നു, ആരോഗ്യവകുപ്പിന് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ ആളുകളെ കൊണ്ട് തന്നെ ഈ പണിയെടുപ്പിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ റെഡിയാക്കി സ്മൂത്താക്കി വെച്ചതിന് ശേഷം മാത്രം അവരെ തട്ടടത്തേക്ക് തട്ടാം, ട്രാൻസ്ഫർ ചെയ്യാം എന്ന ജനാനുകൂലവും മുൻകൂർ ധാരണയുള്ളതുമായുള്ള ഒരു ഉത്തരവാദിത്തം അവർ കാണിക്കണമായിരുന്നു. അത് കാണിച്ചില്ല. അവിടെയും കാണിച്ചില്ല, ഇവിടെയും കാണിച്ചില്ല. ഈ വൈദ്യുതി മേഖല ഇതേക്കാൾ കുറച്ചുകൂടെ ആരോഗ്യ മേഖലയേക്കാൾ കുറേ കൂടെ സങ്കീർണ്ണമാണ്. കാരണം അതിനകത്ത് കുറേ കൂടെ ടെക്നിക്കൽ സംഗതികൾ കൂടെ ചേർന്നതാണ്. മൺസൂണ് മഴയപ്പോൾ പെയ്യും, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഗ്രിഡിലൂടെയുള്ള വൈദ്യുതി വരവ്, ഇങ്ങനെ ഒരു 100,000 നൂലാമാലകളുള്ള സംഗതിയല്ലേ. അതിനകത്തും ഇവർ ഉദ്യോഗസ്ഥരെയൊക്കെ പറഞ്ഞ് ചറവറ ആദ്യം തന്നെ അവർ വരുന്നതിന് മുന്നേ എല്ലാവരും ഓടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സർക്കാരുകൾ മാറി വരും, പക്ഷേ ഉദ്യോഗസ്ഥർ തുടർച്ചയാണല്ലോ. ആ ഉദ്യോഗസ്ഥരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഞാൻ നോക്കിയിട്ട് സണ്ണി വക്കീൽ എന്തെങ്കിലും കുറഞ്ഞ രാഷ്ട്രീയ നേതാവൊന്നുമല്ല. അദ്ദേഹം എത്രയോ കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ളതാണ്. ഈ രാജ്യത്ത് കറണ്ട് കട്ടിൻ്റെ കാര്യമൊക്കെ അനുഭവിച്ച ആളാണ് അദ്ദേഹം. പിന്നെ അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഗതി സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരം മാത്രമേ കിട്ടുള്ളൂ. അത് ഇവർ വേണ്ട ജാഗ്രതയോടെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതായത് നാട്ടുകാരാകപ്പാടെ പ്രശ്നത്തിൽ DYFIക്കാർ എന്തോ സമരമൊക്കെ നടത്തണം, എന്താ പരിഹാസം കലർന്ന ഒരു നിഴൽ ചിത്രങ്ങൾ വരക്കാനുള്ള സമരമൊക്കെ. അതുകൊണ്ടൊക്കെ എന്താ ഗുണഫലം കിട്ടുന്നതാണ് DYFIക്കാർ വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല അതങ്ങനെ സംഭവിക്കുന്നത്. ഇവരെല്ലാം കരുതിയിരിക്കുന്നത് നാട്ടുകാരാകപ്പാടെ 10 കൊല്ലം ഇത് ആകപ്പാടെ പ്രശ്നമായിരുന്നല്ലോ, അതുകൊണ്ട് ആകപ്പാടെ ഇവരാകെ രോഷത്തിലാകും, അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും ചേർന്ന് സർക്കാരിനോടും വൈദ്യുതി വകുപ്പിനോടും ചോദിക്കുകയും ഇവരെ പ്രയാസരാക്കുകയും എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശരിയാക്കുകയും ചെയ്യും. അങ്ങനെയൊന്നുമില്ല. TV ചാനലുകളുടെ ബ്യൂറോകളിൽ ജനറേറ്റർ വരും. ഈ സംഗതികളോട് നമ്മൾ സാഹചര്യത്തോട് പൊരുത്തപ്പെടും. ഇതാണ് നമ്മുടെ കാര്യം. വീടുകളിൽ ഇൻവെർട്ടർ വരും. ആമസോണിൽ ഇപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്യും, മറ്റേ നമ്മുടെ ടോർച്ച് ലൈറ്റ് എങ്ങനെ കൊണ്ടുവരാം സെർച്ച് ചെയ്യും. ഇതിനോട് പൊരുത്തപ്പെടും. കാരണം നമ്മൾ തന്നെ എടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണിത്. അത് ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്ത് പുതിയ സർക്കാർ വരുന്ന മോശം കാര്യമാണെന്നല്ല. അടുത്ത വർഷം ഇതിങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിൽ നിന്ന് ഇവർ പാഠങ്ങൾ പഠിക്കും. ഈ കാര്യത്തിനോട് ആളുകളങ്ങ് അങ്ങോട്ട് ചേർന്ന് പോവുകയാണ് ചെയ്യുക. അല്ലാതെ എന്തെങ്കിലും വലിയ സമരം നടത്തി ഇത് ആകപ്പാടെ കുഴപ്പമാണ് എന്നൊന്നും അവരാരും വിചാരിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ നോക്കൂ, ഇപ്പം തന്നെ കറണ്ട് എന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള, കറണ്ട് കട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദോഷം വരുന്നൊരു കാലത്താണ് ഈ സംഭവിക്കുന്നത്. വേൾഡ് കപ്പ് നടക്കുകയാണ്. വേൾഡ് കപ്പിന് ആബാലവൃദ്ധം ജനങ്ങളത് കാണുകയാണ്. പ്രായമില്ല, ജെൻഡറില്ല, അതിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. ആ കാലത്താണ് കറണ്ട് കട്ട്. ഈ കാലത്ത് അതിനോട് പൊരുത്തപ്പെട്ടാൽ ഇനി അങ്ങോട്ടുള്ള 5-10 കൊല്ലക്കാലം ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാവില്ല മനുഷ്യർക്ക്. ഏറ്റവും ക്രൈസിസ് കലർന്നൊരു കാലത്ത് നമ്മൾ ഇരുട്ടത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും അതിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ ചേച്ചി വന്നിട്ട് പറയുന്നില്ലേ, അവർക്ക് ഇപ്പോൾ അത് 8 കൊല്ലത്തിന് ശേഷമായതുകൊണ്ടാണ്. അടുത്ത വർഷം ആകുമ്പോഴേക്കും ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ബേബി സഹാക്ക് അങ്ങനെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതുകൊണ്ട് ഈ സർക്കാരും വൈദ്യുതി വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ചേർന്നിട്ട് അടുത്ത വർഷവും കൂടെ ഇങ്ങനെ ഉണ്ടാവില്ല, അതിനു വേണ്ട ഒരു രാഷ്ട്രീയ ജാഗ്രതയും മറ്റുമൊക്കെ അവർ കാണിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഇതിനകത്ത് നേരത്തെ ഈ സാധാരണയൊക്കെ നിരന്തരം പരിഹസിക്കപ്പെടുന്ന ആളാണ്, ഈ പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളും ഒക്കെ പരിഹസിക്കുന്ന ആളാണ് MM മണി. അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അദ്ദേഹം അത് അവകാശപ്പെടും. ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയിരിക്കുന്ന ബൈറ്റിനടിയിലും പരിഹസിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയില്ല എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അന്ന് ഈ പ്രതിസന്ധി ഇല്ല, പവർ കട്ടില്ല. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെന്താ വരൾച്ച ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ലേ? വരൾച്ചയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ 10 വർഷത്തിനിടയ്ക്ക് വരൾച്ച ഉണ്ടായിട്ടില്ലേ? വരൾച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. ആ വരൾച്ചയെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ യഥാസമയം തേടിയിരുന്നു എന്നുള്ളതാണ്. ഇത് സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട പ്രശ്നവുമല്ല. ഇതിൽ KSEBയുടെ വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ KSEB ഒരു കരുതൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. എൽനീനോ മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട്. അതുമാത്രമല്ല, ജൂലൈയിലെ മഴ ഏതാണ്ട് 94% മഴ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് വല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തുടർന്നങ്ങോട്ട് കുടിവെള്ളക്ഷാമമോ അതല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിലേക്കുള്ള ജലസേചനത്തിൻ്റെ കാര്യത്തിൽ പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കരുതൽ ചിലപ്പോൾ ഉണ്ടാവാം. അതിപ്പോൾ KSEBയുടെ ആവണമെന്നില്ല, KSEBക്ക് വൈദ്യുതി ഉണ്ടാക്കിയാൽ മതി. പക്ഷേ സർക്കാരിന് പൊതുവേ അങ്ങനെ ഒരു കരുതൽ കൂടി ഉണ്ടാവാമെന്ന് ഞാൻ പോസിറ്റീവായി തന്നെ അതിനെ കരുതുകയാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു മുൻകരുതൽ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വേണമെങ്കിൽ വൈദ്യുതി, അതായത് ഈ പ്രതിസന്ധി മറികടന്ന് പോകാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പൊതുവെ ഈ രംഗത്ത് നിൽക്കുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ സാധാരണ വൈദ്യുതിയുടെ ഒരു പ്രൊഡക്ഷൻ നടത്താവുന്നത്രയും അവസ്ഥയിൽ തന്നെ ജലം ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ 28, കഴിഞ്ഞ തവണ 60% ഉണ്ടായിരുന്നു, ഇത്തവണ 28.8% ഉള്ളൂ എന്നൊക്കെ KSEB വിശദീകരിക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ഉൽപ്പാദനം തടസ്സം കൂടാതെ നടക്കാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ ഈ കരുതലിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു. എൽനിനോയെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് എന്നാണ് കരുതുന്നത്. പക്ഷേ
ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് മഴക്കാലത്ത് നമ്മൾ ഒരു കാലത്തും പവർ കട്ട് കണ്ടിട്ടില്ല. അതായത് നമ്മൾക്ക് വേനൽക്കാലത്താണ് ഈ പവർ കട്ട് വരിക, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോഴാണ് വലിയ പ്രതിഷേധം ഉയരുക. ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധമാകാം വേൾഡ് കപ്പ് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള പ്രതിഷേധമാണ്. കാരണം വലിയ ചൂടില്ല. മറ്റേത് വലിയ ചൂടുള്ള സമയത്ത് പവർ കട്ട് കൂടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ളത്. ആ നിലയ്ക്കൊരു ഭാഗ്യം UDF സർക്കാരിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ഈ പവർ കട്ട് ഉണ്ടായത്, അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് ഏത് സർക്കാരായാലും ആ സമയത്തുള്ള ആളുകളുടെ പ്രതികരണം കുറെ കൂടി രൂക്ഷമായേനെ. ഞായറാഴ്ച തീരുകയും ചെയ്യും. അതെ, ഇത് ലോഡ് ഷെഡിങ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ആളുകൾ വലിയ പ്രശ്നം പ്രയാസമൊക്കെ പറഞ്ഞിരുന്നല്ലോ. LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ വലിയ പ്രശ്നം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ പവർ കട്ടിന് ഇപ്പോഴുള്ള പവർ കട്ടിൻ്റെ വേറൊരു വലിയ പ്രശ്നം, ഇതിനൊരു തീർച്ചയായും തീരുമാനമില്ല. 2 തവണകളായിട്ട് 1 മണിക്കൂറോളം കറണ്ട് പോകുന്നുണ്ട്. ഇതല്ലാതെ രാത്രി തുടർച്ചയായി കറണ്ട് ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം അവർക്ക് 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇവരുടെ ഈ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത് നിർത്തിവെക്കുന്നത്. അതുകൊണ്ടാണ് ലോഡ് ഷെഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നൊക്കെയാണ് ഇവർ വിശദീകരിക്കുന്നതെങ്കിലും ആളുകളെ സംബന്ധിച്ച് എന്താണ്, കറണ്ട് പോകുന്നു എന്നുള്ളതാണല്ലോ അതിനകത്തുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ പിന്നെ അന്നമനറയിലുള്ള ആളുകൾ വയലൻ്റായി. ഇനി വയലൻ്റ് ആവില്ല, കാരണം ഇനി അവർ ജനറേറ്റർ കൊണ്ടുവെക്കും. ബേബി സഖാവിൻ്റെ ആശങ്ക കാര്യമില്ല, കാരണം അവർ നേരത്തെ കരുതി കൂട്ടി ജനറേറ്ററൊക്കെ വെച്ചിട്ടായിരിക്കും ഇനി ഇരിക്കാൻ പോവുക. അങ്ങനെ ഈ സീസൺ ഇപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിനെ കുറിച്ചൊരു വിശ്വാസം വന്നു, കറണ്ട് ഉണ്ടാവില്ല അത്. അപ്പോൾ ഈ സീസൺ അവരങ്ങ് അതിജീവിച്ച് പോകും. പക്ഷേ കേരളം ദീർഘവീക്ഷണത്തോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തണം. കാരണം നമുക്കിപ്പോൾ ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ, വലിയ മെഗാ പ്രോജക്റ്റുകൾ പറ്റില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കേരളത്തിൽ ആണവ നിലയങ്ങളും സാധ്യമല്ല. പിന്നെ ഈ 2 കാര്യവും ആലോചിച്ചാലും, ഇപ്പം നമ്മളൊരു ആധുനിക മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇത് രണ്ടും നടപ്പാക്കിയേക്കാമെന്ന് ചിന്തിച്ചാൽ പോലും ഇവിടുത്തെ പരിസ്ഥിതിവാദികളും ഒന്നും ഒരു തരത്തിലും സമ്മതിച്ചു തരികയുമില്ല. പിന്നെ ഈ ചെറുകിട പ്രോജക്റ്റുകൾ കൂട്ടുക, സോളാർ പവർ ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, മറ്റ് ബദൽ മാർഗങ്ങളെല്ലാം പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് സ്വയം പര്യാപ്തത വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. സംസ്ഥാനത്ത് നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണത്തിൽ പൊതുജനങ്ങളും ഉപഭോക്താക്കളും വലിയ ബുദ്ധിമുട്ടിലാണ്. പീക്ക് ടൈമിലാണ് വൈദ്യുതി നിയന്ത്രണം എന്ന് പറഞ്ഞെങ്കിലും പാതിരാത്രിയിലടക്കം വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുകയും കൂടി ചെയ്തതോടെ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കുറവുണ്ടായിട്ടുണ്ട്. വൈദ്യുതി മുടങ്ങിയതിന് KSEB ജീവനക്കാരെ ആക്രമിക്കുന്ന ശൈലിയും അംഗീകരിക്കാൻ പറ്റില്ല. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നതിനാൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ KSEB ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി ക്ഷാമം വെല്ലുവിളിയായി തുടരുകയാണ്. കേന്ദ്രവിഹിതത്തിൻ്റെ കുറവും സംസ്ഥാനത്തിൻ്റെ സ്വന്തം ഉൽപ്പാദനമില്ലായ്മയും പരിഹരിക്കാൻ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇനി വൈകിക്കൂടാ എന്ന കാര്യത്തിൽ സംശയമില്ല.